ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിൻസ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ശ്യാംലാൽ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ചുമ്മാ അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്കിന്ന് ഗ്രില്ലടിച്ചാലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗ്രില്ലൊക്കെ എല്ലാ പ്രാവശ്യം അടിക്കുന്നതല്ലേ, വെറൈറ്റി എന്തെങ്കിലും അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അൽഫാം സജസ്റ്റ് ചെയ്തു. സോ ഒന്ന് അൽഫാം അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെയാണ് ഈ കോഴിനെ ഓടിച്ചേരലൊക്കെ. അവസാനം അമ്മ കോഴിനെ പിടിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞു. ഇൻട്രോ എടുക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇൻട്രോ ഒക്കെ വെറുതെയാണ്, ചുമ്മാ വെറുതെ എടുത്തതാണ്, വോയിസും കേൾപ്പിക്കണില്ല. അവസാനം കടയിൽ തന്നെ പോയി കോഴിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ കോഴിനെ വാങ്ങിച്ച് ഒരു 2 കിലോത്തോളം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഈ ഒരു കോഴീനെ നല്ല രീതിയിലൊന്ന് വരയിട്ടെടുക്കണം. അതായത് ഇതുപോലെ വരയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മസാലയൊക്കെ തേക്കുമ്പോൾ ആ മസാലയൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ വരയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പീസും ഇതുപോലെ വരയിട്ട് കൊടുക്കണം. ഇപ്പോൾ എല്ലാ പീസും ഇതുപോലെ വരയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോഴിമ തേക്കാനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നല്ല കട്ട തൈര് ഇത്തിരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്പൂണിൽ 2 സ്പൂണോളം നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു ബൗളിൽ ഒരു പകുതി മതി. പിന്നെ നമുക്കൊരു ഫുള്ള് നാരങ്ങ ഇതിനകത്ത് നമ്മൊന്ന് പിഴിഞ്ഞ് ഒഴിക്കണം, കാരണം അത്യാവശ്യം പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 നാരങ്ങയൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മളൊരു 2-3 സ്പൂണോളം നമുക്ക് എടുക്കാവുന്നതാണ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഓക്കെ. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പ് എടുക്കണം. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് എടുക്കാം, ഉപ്പ് നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ കുഴച്ച ശേഷം നമ്മൾ ഒരു 10 മിനിറ്റത്തോളം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ 10 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ഒരു കൂട്ടും കൊണ്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. അതായത് നമ്മൾ മുളകും സവാളയും അതുപോലെ തന്നെ തക്കാളിയും, ഒരു സവാള ഫുള്ള് ഒരു തക്കാളി ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൂട്ട് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 4 സ്പൂണോളൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത് 3ഉം കൂടി നമുക്ക് ഇതിനകത്തൊന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 4 മണിക്കൂറോളെങ്കിലും മിനിമം വെക്കണം. മാക്സിമം നമുക്ക് എന്താ പറയുക വേണമെങ്കിലും വെക്കാം, മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലും നമ്മുടെ ഈ ഒരു മസാല ശരിക്കും ഈ ഒരു കോഴിയിൽ പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു കോഴിനെ ചുട്ടെടുക്കാനുള്ള അടുപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഒരു 4 കല്ല് വെച്ച് അതിനകത്ത് നമ്മുടെ വിറകും ചിരട്ടയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ചാർക്കോൾ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതായിരിക്കും. അതാകുമ്പോൾ പെട്ടെന്ന് കത്തി കനൽ കുറേ നേരം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ചാർക്കോളൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചാർക്കോൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാനകത്തൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഫോണിൽ എടുത്തതാണ്. സംഭവം വലിയ കുഴപ്പമില്ലാന്ന് തോന്നി, അതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ കയറ്റിയത്. ഇപ്പം നമ്മിത് മസാല പുരട്ടി ഒരു 6 മണിക്കൂറോളം വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് പയ്യെ നമ്മുടെ ഗ്രില്ലിലേക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ 2 പീസാണ് ഞാൻ വെക്കണേ, കാരണം 3 പീസൊക്കെ വെച്ചാൽ ഇത്തിരി തിക്കി നിറഞ്ഞിരിക്കണ പോലെയാവും. സോ നമ്മളിനകത്ത് 2 പീസ് വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കോഴിനെ കനലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മയോണൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കോഴിമുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ 1 സ്പൂണോളം മഞ്ഞ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞാൽ മതി. 2 നാരങ്ങ എടുത്താൽ ഭയങ്കര പുളിയായിരിക്കും, അല്ലെങ്കിൽ ഒരു നാരങ്ങ ഫുൾ എടുത്താലും ഭയങ്കര പുളിയായിരിക്കും. ഇനി നമുക്ക് വെളുത്തുള്ളി എടുക്കണം. സോ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി എൻ്റെ കൈ തട്ടി ഇതിലേക്ക് വീണു, മുട്ടയിലേക്ക് വീണു, അതന്നെ പുറത്തെടുക്കാണ്ടിരുന്നത്. ഇനി നമുക്ക് ഇത് നമ്മുടെ മിക്സിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കണം. ഇപ്പോൾ ഇത് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പയ്യെ കുറച്ചീശെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു 2-3 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണം. സൺഫ്ലവർ ഓയിൽ നമ്മൾ കുറച്ചീശെ ഒഴിച്ച് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ഒരുമിച്ചിട്ട് അടിക്കരുത്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ മയോണൈസ് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ മയോണൈസ് ഉപ്പിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അത്യാവശ്യം പുളിയും ആ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ മയോണൈസ്. ഞാൻ ആദ്യമായിട്ടാണ് മയോണൈസ് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച നമ്മുടെ ആ ഒരു അൽഫാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് കയറ്റാം. അപ്പോൾ രണ്ടാമത്തെ സെറ്റിൽ ഞാൻ നമ്മുടെ 2 ലെഗ് പീസും
അതുപോലെ തന്നെ നമ്മുടെ കോഴിയുടെ കഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, എന്നിട്ട് ആ ബാക്കി വന്ന ആ ഒരു അടിയിലത്തെ ചാറും കൂടി ഇത്തിരി എടുത്ത് ഒഴിച്ചിട്ടുണ്ട്, ഇത്തിരി ടേസ്റ്റ് കൂടണേ കൂടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് കയറ്റിയിട്ടുണ്ട്. ഇനി ഒരു 3/4 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം, കാരണം കനൽ പോരാ, കനൽ ആദ്യത്തേക്കാളും കുറച്ചുകൂടി കുറവാണ്. സോ ചിലപ്പോൾ 3/4 മണിക്കൂർ കൂടുതൽ എടുത്തുനിന്ന് വരും. അപ്പോൾ നമ്മുടെ അൽഫാം രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ടേബിൾ മേക്ക് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പ്ലേറ്റ് സെർവ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചേട്ടനാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. സോ എൻ്റെ ഒപ്പം ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ സെർവ് ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു തക്കാളിയുടെ പുളിയും പിന്നെ നാരങ്ങയുടെ പുളിയും ആ ഒരു നമ്മുടെ മയോണൈസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും കഴിച്ചവർക്കൊക്കെ ഇഷ്ടമായി, അമ്മയ്ക്കൊക്കെ ഇഷ്ടമായി. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും അമ്മ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയുമ്പോൾ ചിലതൊക്കെ മിക്കതും ഓരോ കുറവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് ഈ സംഭവം അടിപൊളിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ചേട്ടൻ ക്യാമറ ഓണാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരെ നീങ്ങി പോണതൊക്കെ. സോ ഞാൻ വന്ന് ക്യാമറ ഓഫ് ചെയ്ത്. ഈ ബ്രോയുണ്ട്, ഇതെൻ്റെ ഒരു കസിനാണ്. പിന്നെ വേറൊരു കസിനുണ്ട്, ആൾ മുട്ട അടിച്ചെന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുവന്നതാണ് ഇതൊക്കെ. എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഔട്ട്ഡോർ എടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഔട്ട്ഡോറൊക്കെ എടുത്തെങ്കിലും കോളായതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, ആ ഒരു വോയിസൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എന്തായാലും അച്ഛനും അമ്മയ്ക്കും പിന്നെ 2 ചേട്ടന്മാർക്കും പെങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടമായി, സംഭവം കൊള്ളാം. അപ്പോൾ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഗ്രിൽഡ് ചിക്കനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു അൽഫാമാണ്. അധികമൊന്നുമില്ല, നമുക്ക് ഗ്രില്ലടിക്കുന്നേക്കാളും നമ്മുടെ തക്കാളി ആ ഒരു എസൻസ് മാത്രം കൂടുതൽ ആയിട്ട് ചേർക്കണമെന്നുള്ള എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.